പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ എൻ്റെ പേഴ്സണൽ ഫേസ്ബുക്ക് പേജിൽ കൂടെ ഒരു ലൈവ് വരുവാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഞാൻ കുറേ നാളുകളായി ഫേസ്ബുക്കിൽ ലൈവായിട്ട് വന്നിട്ട് ഇന്ന് രാത്രിയിൽ ഇങ്ങനെ വരുവാനായിട്ടുള്ള ഒരു പ്രേരക ഘടകം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ വാട്സപ്പിലും ഫേസ്ബുക്കിലുമൊക്കെ വളരെ വൈറലായിട്ടിപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വാർത്ത, മാധവ് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ, അദ്ദേഹം വെസ്റ്റ് ബംഗാളിൽ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ ആയിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ദാരുണമായ അന്ത്യം നാം എല്ലാവരും സോഷ്യൽ മീഡിയയിൽ കൂടെ വായിച്ച് അറിഞ്ഞു. എനിക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് അറിയത്തില്ല, പക്ഷേ ഇങ്ങനൊരു വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് ചെയ്യുവാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ഈ ഭാരതത്തിൻ്റെ കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും അനേക ഇടങ്ങളിൽ നമ്മൾ അറിഞ്ഞോ അറിയാത്തയോ ധാരാളം ദൈവദാസന്മാരുണ്ട്, ഒരുപാട് ദൈവദാസന്മാരുണ്ട്. അവരാരും അധികം പ്രസിദ്ധരല്ല, നല്ല വാത്മീകികളല്ല, അവരാരും കൺവെൻഷൻ വേദികളിൽ തകർത്ത് ഇങ്ങനെ ആറാടുന്നവരല്ല. ഫ്ലക്സുകളിലൊന്നും അവരുടെ പേരുകളോ അവരുടെ ഒരു സൂചന പോലുമില്ല. അങ്ങനെ ഇന്ത്യയുടെ പല കുഗ്രാമങ്ങളിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്ന നമ്മൾ അറിഞ്ഞും അറിയാത്തവരുമായ ധാരാളം ദൈവദാസന്മാർക്കുണ്ട്. അവർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇവരെല്ലാം നമ്മളറിയാതെ തന്നെ അവർ കർത്താവിൻ്റെ വേല ചെയ്യുന്നവരാണ്. ഈ കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു ഒരു 6 മാസങ്ങൾക്ക് മുൻപ് ഇതേ സമാനമായ മറ്റൊരു സംഭവം ജാർഖണ്ഡിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു ദൈവദാസൻ, അദ്ദേഹം രാത്രിയിൽ മീറ്റിംഗ് കഴിഞ്ഞ് വരുന്ന വഴിക്ക് അദ്ദേഹത്തിൻ്റെ ജീപ്പ് തടഞ്ഞു നിർത്തി സുവിശേഷ വിരോധികൾ അദ്ദേഹത്തെ നിഷ്ഠൂരം ആക്രമിച്ച് നിഷ്കാസനം ചെയ്തു. അപ്പോൾ ക്രൈസ്തവ സമൂഹത്തിനെതിരെ ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു പോരാട്ടമല്ല ഇത്. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ മാധവ്, അദ്ദേഹത്തെ ഞാൻ ഏറെ ഇപ്പോൾ എൻ്റെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നു. കാരണം ഒരു നല്ല ഡ്രസ്സ് അദ്ദേഹം ഇട്ടിട്ടില്ല, അദ്ദേഹത്തിൻ്റെ പേര് ഫ്ലക്സുകളിലൊന്നും വന്നിട്ടില്ല. അദ്ദേഹം ജനസമൂഹങ്ങളുടെ നടുവിൽ അറിയപ്പെട്ട പ്രസിദ്ധനായിരുന്ന ഒരു മനുഷ്യനുമായിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഫോട്ടോ കണ്ടപ്പോൾ എൻ്റെ ഹൃദയം വേദനിച്ചു. കാരണം താൻ ഏറെ സ്നേഹിച്ച, താൻ ഏറെ വില കൊടുത്ത് നിന്ന ആ വിശ്വാസ പ്രമാണം, ആ വിശുദ്ധ തിരുവെഴുത്ത് തൻ്റെ മാർവോട് ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ആ ഫോട്ടോ കണ്ടപ്പോൾ എൻ്റെ ഹൃദയം വല്ലാതെ വേദനിച്ചു. എന്താ കാരണമെന്ന് ചോദിച്ചാൽ, നമ്മുടെ കേരളത്തിൽ നമുക്കൊക്കെ ഏറെ സ്വാതന്ത്ര്യമുണ്ട് വേദപുസ്തകം കൊണ്ടു നടക്കുവാൻ. പക്ഷെ ഇന്നും പ്ലാസ്റ്റിക് കവറുകളിലാക്കി വേദപുസ്തകം കൊണ്ടു നടക്കുന്ന കൂട്ടായ്മകളിൽ അങ്ങനെയുള്ളവർ കടന്നു വരുന്നവർ ധാരാളമാണ്, ഒരുപാട് പേരുണ്ട്. അപ്പം അങ്ങനെയുള്ളവരുടെ ചിത്രം വെച്ച് നോക്കുമ്പോൾ തൻ്റെ വിശുദ്ധ വേദപുസ്തകം മാർവോട് ചേർത്ത് പിടിച്ച് ഇനി സ്വന്തം മകളുടെ വിവാഹത്തിന് വേണ്ടി 2 മണിക്കൂറിലേക്ക് ആ വിശ്വാസ പ്രമാണത്തെ മാറ്റിവെച്ചിട്ട് ഒരു ഹിന്ദു വായിട്ട് വീണ്ടും തിരിച്ചു പോകാൻ ഒരുപാട് പ്രേരണ ശക്തികൾ തനിക്കെതിരായിട്ട് വന്നെങ്കിലും അതിനെ ഒന്നും വകവയ്ക്കാതെ
യേശുവാണ് വലുത്, ഞാൻ ആ യേശുവിനെ മാത്രമേ ആരാധിക്കൂ, ആ യേശുവിൻ്റെ പുറകെ മാത്രമേ ഞാൻ യാത്ര ചെയ്യൂ എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തോടെ ആ ദൈവദാസൻ കാണിച്ച ആ തൻ്റെ ഇടം, അതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മിൽ എത്ര പേർക്ക് ഇങ്ങനെയുള്ളൊരു തൻ്റെ ഇടം ഉണ്ട് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഇന്ന് രാത്രി ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ, ഈ ക്രൈസ്തവ വിരോധികളോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങൾക്കെതിരെ ഇങ്ങനെയുള്ള പ്രവണതകൾ കാട്ടിക്കൂട്ടുന്നു എന്നാണ്. ഞങ്ങൾ എന്താണ് നിങ്ങൾക്ക് എതിരായിട്ട് ചെയ്തിട്ടുള്ളത്? ഇവിടുത്തെ സമൂഹത്തെ ബോധവൽക്കരിക്കുന്ന ഒരു പ്രവണത ഞങ്ങൾക്കുണ്ട്. മദ്യപാനം അരുത്, വെറിക്കൂത്തുകൾ അരുത്, ദുശ്ശീലങ്ങൾ അരുത് എന്ന് മാത്രമേ ഞങ്ങൾ സമൂഹത്തോടുള്ള സന്ദേശം കൈമാറുന്നുള്ളൂ. മദ്യപാനം മൂലം അനേക കുടുംബങ്ങൾ ഇന്നും തകർച്ചയുടെ വക്കിലാണ്. മദ്യപാനത്തിൻ്റെ ആസക്തി മൂലം ഇന്നും ആത്മഹത്യയുടെ സംഖ്യകൾ പെരുകിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ മദ്യപാനം വരുത്തിവെക്കുന്ന ദുരന്തങ്ങൾ, അതുപോലെ തന്നെ പാപസ്വഭാവങ്ങൾ, വ്യഭിചാരങ്ങൾ, കുലപാതകങ്ങൾ, മോഷണങ്ങൾ, ഇങ്ങനെയുള്ള പ്രവർത്തികൾക്കെതിരെയാണ് ഞങ്ങളുടെ പ്രസംഗങ്ങൾ, ഞങ്ങളുടെ വാക്കുകൾ. സ്നേഹിതരെ, ഞങ്ങൾ സമൂഹത്തിന് ഒരിക്കലും എതിരായിട്ടുള്ള ഒരു പ്രവണതകളും ചെയ്യുന്നവരല്ല. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇന്ന് വരെ ഇവിടുത്തെ ക്രിസ്ത്യാനികൾ ഇത്ര പള്ളികൾ തകർത്തു, ഇത്ര അമ്പലങ്ങൾ തകർത്തു, ഇത്ര മോസ്കുകൾ തകർത്തു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇവിടുത്തെ ക്രിസ്ത്യാനികൾ ഇവിടുത്തെ ബസ്സുകൾ തകർത്തു, ഇവിടുത്തെ ഗവൺമെൻറ് പ്രോപ്പർട്ടീസ് ഇല്ലാതെയാക്കി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇവിടുത്തെ ക്രിസ്ത്യാനികൾ ഇവിടെ ഹർത്താൽ നടത്തുകയും ഇവിടെ സമരങ്ങൾ നടത്തുകയും ഇവിടെ റോഡ് ഉപരോധിക്കുകയും ഒക്കെ ചെയ്ത ഏതെങ്കിലും സംഭവങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇവിടുത്തെ നാടിൻ്റെ നന്മകൾ മാത്രം ആഗ്രഹിക്കുന്ന, ഇവിടുത്തെ ജനത്തിൻ്റെ നന്മകൾ മാത്രം ആഗ്രഹിക്കുന്ന, കാണുവാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടരാണ് ഞങ്ങൾ. നിങ്ങൾക്കാർക്കും വിരോധികളല്ല. ഞങ്ങൾ നിങ്ങളെ ആരെയും പ്രകോപിപ്പിക്കത്തക്ക നിലയിലുള്ള ഒരു ചേഷ്ടകളും ഒരു പ്രവർത്തികളും ഞങ്ങളിൽ നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകത്തുമില്ല. കാരണം ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷത്തിൻ്റെ മാർഗം അത് സമാധാനത്തിൻ്റെ മാർഗമാണ്. ഞങ്ങളുടെ ഗുരുനാഥനായ യേശു ക്രിസ്തുവും അത് തന്നെയാണ് പഠിപ്പിച്ചത്. യേശു ക്രിസ്തു പഠിപ്പിച്ചതും അത് തന്നെയാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ പിടിക്കുവാൻ വാളും കുന്തവുമായിട്ട് വന്ന ആ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഈ വാളും കുന്തവുമായിട്ടൊക്കെ എന്നെ പിടിക്കുവാൻ വരുന്നത്? അപ്പം ഞങ്ങൾ സുവിശേഷീകരിക്കുന്നതും ഞങ്ങൾ പ്രസംഗിക്കുന്നതും ഒക്കെ സമാധാനത്തിൻ്റെ മാർഗമാണ്. ഞങ്ങളുടെ പാട്ടുകൾ കൊണ്ടും ഞങ്ങളുടെ പ്രാർത്ഥനകൾ കൊണ്ടും ആർക്കും ഒരു അരോചകമായി നിലയിൽ ഞങ്ങൾ ഇതുവരെയും തീർന്നിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ പ്രാർത്ഥനയും പാട്ടും അരോചകമാണ് എന്ന് പറയുന്നവർ പോലും പിന്നീട് ഞങ്ങളുടെ മുൻപിൽ വരികയും പ്രാർത്ഥനയ്ക്കായി ഞങ്ങളോട് അപേക്ഷിക്കാറുമുണ്ട്. ഇവിടുത്തെ സകല മതസ്ഥർക്കും ഇവിടുത്തെ സകല നേതാക്കന്മാർക്കും അറിയാം ക്രൈസ്തവ സമൂഹം ഒരു അക്രമസക്തമായൊരു സമൂഹമല്ല എന്നറിയാം. പക്ഷെ എന്തുകൊണ്ടോ ഞങ്ങളുടെ സ്നേഹിതന്മാരെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയൊക്കെ നിങ്ങൾ നിഷ്ഠൂരം നിഷ്കാസനം ചെയ്യും. ഒറീസയുടെ മണ്ണിൽ കുഷ്ഠരോഗികളുടെ ഇടയിൽ അന്യ ഒരു രാജ്യത്തുനിന്ന് കടന്നു വന്ന് നമ്മുടെ രാജ്യത്തിൽ താമസം ആരംഭിച്ച് നമ്മുടെ ഇടയിലുള്ള കുഷ്ഠരോഗികളെ പരിചരിച്ച അവർക്ക് നിങ്ങൾ കൊടുത്ത പൂമാല എന്താണെന്നറിയാമോ? ഗ്രഹാം സ്റ്റെയിൻസിനെയും ഫിലിപ്പിനെയും തീമത്തിയെയും ആ വാഹനത്തിൻ്റെ അകത്തിട്ട് ചുട്ടുകളയല്ലായിരുന്നു നിങ്ങൾ ചെയ്തത്. അവരെന്താണ് നിങ്ങളുടെ സമൂഹത്തോട്, നമ്മുടെ സമൂഹത്തോട് ചെയ്തത്? ഇവിടുത്തെ കുഷ്ഠരോഗികളുടെ കുഷ്ഠം ഒപ്പിയത് തെറ്റായിപ്പോയോ? അവരുടെ മൂക്കിൽ നിന്നും ഒലിച്ചു വരുന്ന ആ മൂക്കള അത് ഒപ്പിയെടുത്തത് തെറ്റായിപ്പോയോ?
അവരുടെ കണ്ണിൽ നിന്നും ഒഴുകി വരുന്ന കണ്ണുനീർ കണങ്ങൾ അവരുടെ സ്വന്തം കൈകൊണ്ട് ഒപ്പിയത് തെറ്റാണ്. എന്നിട്ടും ഇത്രമാത്രം സമൂഹത്തോട് പ്രതിബദ്ധത അവർ കാട്ടിയിട്ടും നിങ്ങൾ ചെയ്തതോ ആ കുഞ്ഞുങ്ങളെപ്പോലും നിങ്ങൾ ജീവനോടെ അവശേഷിപ്പിച്ചില്ല. അവരോട് നിങ്ങൾ കാണിച്ച ക്രൂരത. സമൂഹമേ, ഇതിനെല്ലാം മറുപടി ഒരിക്കൽ നിങ്ങൾ കാണും. ക്രൈസ്തവ സമൂഹം ഇവിടെ ആരും ഇതിനെതിരെ പ്രതികരിക്കുവാൻ വരുന്നില്ല. പക്ഷേ ഞാൻ ഇന്ന് രാത്രിയിൽ ദുഃഖത്തോടൊരു സന്ദേശം ഞങ്ങളുടെ ക്രൈസ്തവ സമൂഹത്തെ നോക്കി വിളിച്ചു പറയട്ടെ. കഴിഞ്ഞ 2019 മുതൽ കോവിഡിനാൽ അനേക പ്രിയപ്പെട്ടവർ, ദൈവദാസന്മാർ മരണത്തോട് കൂടെ യാത്ര പറഞ്ഞു. പക്ഷെ അവർക്ക് വേണ്ടി ഒരു അനുശോചന വാക്ക് പറയാൻ ഇവിടുത്തെ ക്രൈസ്തവ നേതാക്കന്മാരോ ഇവിടുത്തെ ക്രൈസ്തവരോ സന്നദ്ധരായിരുന്നില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഈ മാധവ് എന്ന് പറയുന്ന ദൈവദാസൻ, അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തെക്കുറിച്ച് ക്രൈസ്തവ മാസികകളിൽ നല്ല റിപ്പോർട്ടുകൾ വന്നു. പക്ഷേ ഇവിടുത്തെ ഒറ്റ ക്രൈസ്തവ നേതാക്കന്മാരും ആ വിഷയത്തെ അവലംബിച്ചുകൊണ്ട് ആ വിഷയത്തോട് പ്രതികരിക്കുവാൻ ഇവിടെ ആരും തയ്യാറായില്ല. എന്നാൽ ഇന്ന് രാത്രി എൻ്റെ വാക്കുകൾ ഇവിടെ ഞാൻ മുഴക്കുന്നത് ക്രൈസ്തവ സമൂഹത്തിൻ്റെ ആ സമൂഹത്തോടുള്ള ഒരു പ്രതികരണം എന്ന നിലയിലാണ്. കാരണം നമ്മുടെ ഇടയിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ നമ്മുടെ ക്രൈസ്തവ നേതാക്കന്മാർ നിങ്ങൾ മുൻനിരയിലേക്ക് വരണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മുടെ സമൂഹം ഒരുമിച്ച് നിന്നാൽ, ഇവിടെ ഒരുപാട് സംഘടനകളുണ്ട്. പെർസിക്യൂഷൻ റിലീഫ് എന്ന് പറയുന്നൊരു സംഘടനയുണ്ട്. അവർ എവിടെ കോടിക്കണക്കിന് രൂപകൾ പെർസിക്യൂഷൻ റിലീഫിൻ്റെ പേരിൽ പലയിടത്തു നിന്നും വാങ്ങിക്കൂട്ടുവാൻ മാത്രമേ അവർക്ക് കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവരൊരു ഫേസ്ബുക്കിൽ ലൈവായിട്ട് വരികയോ അല്ലെങ്കിൽ ലൈവായിട്ട് ഒരു വിഷയം സംസാരിക്കുകയോ പെർസിക്യൂഷൻ റിലീഫിൻ്റെ ഒറ്റ കുഞ്ഞുങ്ങളും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരുപാട് സംഘടനകളുണ്ട്, ഒരുപാട് നേതാക്കന്മാരുണ്ട്. എവിടെ നിങ്ങൾ? എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു സംഭവം നടക്കുമ്പോൾ ഒരു പ്രതികരണം നിങ്ങൾക്ക് നടത്തിക്കൂടാ? മറ്റെല്ലാ കാര്യത്തിനും നിങ്ങൾ ലൈവായിട്ട് വരുന്നതല്ലേ? ഇവിടെ ഒരു രാഷ്ട്രീയ സംഭവം ഉണ്ടായാൽ ഉടനെ അതിനെതിരെ പ്രതികരിക്കുന്ന ലൈവ് വീരന്മാരെ എനിക്കറിയാം. ഇവിടെ ഒന്ന് വാലുപൊക്കിയാൽ, ഒന്ന് അനങ്ങിയാൽ അതിനെതിരെ എല്ലാം പ്രതികരിക്കുന്ന പ്രതികരണ വീരന്മാർ നമ്മുടെ ക്രൈസ്തവ ലോകത്തുണ്ട്. പക്ഷെ നിങ്ങൾ ആരും എന്തുകൊണ്ട് പഞ്ചപുച്ഛമടക്കിയിരിക്കുന്നു? ഇനിയും നമ്മുടെ ഇന്ത്യയുടെ പല ഗ്രാമങ്ങളിൽ നമ്മളറിയാത്ത സുവിശേഷകന്മാരുണ്ട്. നമ്മളറിയാതെ തന്നെ പീഡയിൽ കൂടെ കടന്നു പോകുന്ന, മാനസിക സംഘർഷത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട്. പക്ഷേ ക്രൈസ്തവ നേതാക്കന്മാരെല്ലാം സുഖലോലുപതയുടെ ആഢ്യത്തിൽ, പൈസയുടെ ദാസ്യത്തിൽ മണിമാളികകൾ പണിയിച്ച് അവരൊക്കെ സ്വന്തം നിലപാടുകൾ സ്വീകരിച്ച് മുൻപോട്ട് പോകുമ്പോൾ, മാധവനെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? നല്ലൊരു ഡ്രസ്സില്ല. അദ്ദേഹം ഇട്ടിരിക്കുന്ന ഉടുപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അദ്ദേഹം ഇട്ടിരിക്കുന്ന പാൻറ് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഒരു നല്ല കോട്ടോ സൂട്ടോ ഒന്നും അദ്ദേഹം ധരിച്ചിട്ടില്ല. പക്ഷേ ഇവിടുത്തെ നേതാക്കന്മാരൊക്കെ സ്വർഗത്ത് ചെല്ലുമോ എന്നുള്ളത് എനിക്ക് അറിയില്ല. പക്ഷേ ഈ മനുഷ്യൻ തീർച്ചയായിട്ടും സ്വർഗത്തിൽ ചെല്ലും, അതെനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം ക്രിസ്തുവിനെ പ്രതി തൻ്റെ മുൻപിലുണ്ടായിരുന്ന ആ വിശേഷമായ, തനിക്ക് വേണമെങ്കിൽ ക്രിസ്തുവിനെ എതിർത്ത് പറഞ്ഞിട്ട് താൻ ആ മകളുടെ കല്യാണത്തിന് വേണ്ടി അല്പസമയത്ത് ഹിന്ദുവാകാമായിരുന്നു. അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള ഒരു ദാരുണ അന്ത്യം ലഭിക്കില്ലായിരുന്നു. പക്ഷേ അദ്ദേഹം തൻ്റെ മരണമോ തൻ്റെ ജീവനോ ഒന്നും നോക്കാതെ ക്രിസ്തുവിന് വേണ്ടി നിലകൊണ്ടു.
അതുകൊണ്ട് ലഭിക്കപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഈ ഭൂമിയിലെ പ്രതിഫലം അദ്ദേഹത്തിൻ്റെ ശരീരത്തെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് ഈ ഭൂമിയിൽ നിന്നും നിഷ്കാസനം ചെയ്തു. ഇന്ന് ഒരുപാട് സങ്കടത്തോടെ ഞാൻ പറയട്ടെ, ഞാനും ഒരു സുവിശേഷകനാണ്. നാളെ എന്താ സംഭവിക്കുന്നത് എന്നൊന്നും എനിക്കറിയില്ല. ഒരുപക്ഷെ സുവിശേഷ വിരോധികളുടെ ആക്രമണമായിരിക്കാം, രക്തസാക്ഷിത്വമായിരിക്കാം. പ്രിയരെ, ഞങ്ങൾ അതിന് തയ്യാറാണ്. എൻ്റെ ഹൈന്ദവ സ്നേഹിതന്മാരെ, ഞങ്ങൾ അതിന് തയ്യാറാണ്. ഇവിടെ ഞങ്ങളുടെ കഴുത്ത് പോകേണ്ടി വന്നാലും ഞങ്ങൾ പിടിച്ച സുവിശേഷത്തിൻ്റെ മാർഗത്തിൽ നിന്നും അണുവിട വിടാൻ ഞങ്ങൾ തയ്യാറല്ല. കാരണം ഞങ്ങൾ സുവിശേഷത്തിൻ്റെ മാർഗമെന്ന് പറയുന്നത് സമാധാനത്തിൻ്റെ മാർഗമാണ്, സന്തോഷത്തിൻ്റെ മാർഗമാണ്, സ്നേഹത്തിൻ്റെ മാർഗമാണ്. ഇവിടുത്തെ ഹൈന്ദവ ക്ഷേത്രങ്ങൾ ഒരിക്കലും ഞങ്ങൾ പൊളിച്ചിട്ടില്ല. ഹൈന്ദവ ദൈവാലയങ്ങൾക്കെതിരെ ഞങ്ങൾ ഇതുവരെ ശബ്ദിച്ചിട്ടില്ല. ഹൈന്ദവ വിശ്വാസത്തിനെതിരെ ഞങ്ങൾ പ്രസംഗിച്ചിട്ടില്ല. ഞങ്ങളുടെ പ്രസംഗങ്ങളും ഞങ്ങളുടെ ആശയങ്ങളും ഞങ്ങളുടെ പ്രചാരണങ്ങളും ഒക്കെ എല്ലാം അത് സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും സന്തോഷത്തിൻ്റെതുമാണ്. ഞങ്ങൾ നിങ്ങളുടെ വിരോധികളല്ല. പക്ഷെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയൊക്കെ നിങ്ങൾ നിഷ്കാസനം ചെയ്ത് നിഷ്ഠൂരം വളരെ ക്രൂരമായി മർദ്ദിച്ച് പെട്രോൾ ഒഴിച്ചൊക്കെ കത്തിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കൂ, ഞങ്ങൾ സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്. ഞങ്ങൾ സേവിക്കുന്ന ദൈവം യേശു ജീവനുള്ള യേശുവാണ്. ആ യേശുവിനെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. യേശുവിനെ ക്രൂശിച്ച ഒരു ലോകത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. യേശുക്രിസ്തുവിനെ പുറകാലെ യാത്ര ചെയ്യുന്നവർക്ക് ഈ കഷ്ടവും പീഡനവും ഒക്കെ ഉണ്ട്, ഞങ്ങളത് സമ്മതിക്കുന്നു. പക്ഷേ ഞങ്ങളുടെ ചോദ്യം അതല്ല. ഞങ്ങളുടെ ചോദ്യം, ഞങ്ങളോട് മാത്രം ഇത്രയും ക്രൂരമായ ഒരു പീഡനമുറ അഴിച്ചുവിടാൻ നിങ്ങൾക്കെന്താണ്, നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഘടകമെന്താണ്? ആ പ്രേരണ ഘടകമെന്ന് പറയുന്നത് നിങ്ങൾ മറ്റുള്ള ഇതര മതത്തെക്കാളിലും നിങ്ങൾ ഭയപ്പെടുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഭയപ്പെടുന്നു എന്നുള്ളത്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഞാൻ ഈ ലൈവിൽ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം, എൻ്റെ വാത്സല്യ സ്നേഹിതൻ, ഒരു പക്ഷേ എനിക്ക് അദ്ദേഹത്തെ പേഴ്സണൽ അറിയത്തില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ ഈ ലോകവാസ ജീവിതത്തിൽ ഞങ്ങൾക്ക് പരിചയപ്പെടുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ അവസാന മണിക്കൂറുകളിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഈ ദുഃഖകരമായ സന്ദേശം കേട്ട സമയം മുതൽ ഇതിനെക്കുറിച്ചൊരു പ്രതികരണം നടത്തണം എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ്. കാരണം ഞങ്ങളുടെ ക്രൈസ്തവ സമൂഹങ്ങളുടെ നേതാക്കന്മാരെല്ലാം പഞ്ചപുച്ഛം അടക്കി അവർ സ്വന്തം മണിമാളികയിൽ ഇരുന്ന് അവരുടേതായ കാര്യങ്ങൾക്ക് ഇങ്ങനെ വളരെ പ്രാധാന്യം കൊടുക്കുമ്പോൾ അപ്രധാനപ്പെട്ട ചിലർ ഞങ്ങളിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ അവരെ പ്രാധാന്യതയുള്ളവരാക്കി മാറ്റുക എന്നുള്ളതും ഞങ്ങളുടെയൊക്കെ ഒരു കടമയാണ്. അതുകൊണ്ടാണ് ഇന്ന് രാത്രി ഇങ്ങനൊരു പ്രതികരണം ഞാൻ ചെയ്യുന്നത്. എന്നാൽ ഇവിടുത്തെ ഹൈന്ദവ സ്നേഹിതരോടല്ല, ഞങ്ങളുടെ വിരോധികളോട് ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിങ്ങൾ ഒരു മാധവനെ കൊന്നാൽ 1000 മാധവന്മാരെ എഴുന്നേൽപ്പിക്കാൻ ഞങ്ങളുടെ ദൈവം ശക്തനായ ദൈവമാണ്. നിങ്ങൾക്കറിയാമോ, AD 1-ാം നൂറ്റാണ്ട് മുതൽ ക്രൈസ്തവ സഭയുടെ ആരംഭ കാലഘട്ടം മുതൽ ഇവിടെ പല രാജാക്കന്മാർ, ചക്രവർത്തിമാർ ഒക്കെ കച്ചകെട്ടി എഴുന്നേറ്റു ഈ ക്രൈസ്തവ സമൂഹത്തെ ഭൂമിയിൽ നിന്നും നിഷ്കാസനം ചെയ്യാൻ. പക്ഷേ ആ 1-ാം നൂറ്റാണ്ട് മുതൽ 2022 എത്തപ്പെട്ടു നിൽക്കുമ്പോഴും ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് ഒരു കുറവും സംഭവിച്ചിട്ടില്ല. ആയിരങ്ങൾ, പതിനായിരങ്ങൾ ഇന്നും ഈ ക്രിസ്തു സമൂഹത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ ഇരുന്ന് ഈ ലൈവ് വിടുമ്പോൾ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ
സുവിശേഷത്തിൻ്റെ വക്താക്കളായി പലരും നിലനിൽക്കുന്നു, പലരും ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു, പലരും ക്രിസ്തുവിലേക്ക് അടുത്തു വരുന്നു, പലരും ക്രിസ്തുവിനെ രക്ഷകനായി അംഗീകരിക്കുന്നു, ക്രിസ്തുവിൻ്റെ മാർഗക്കാരായി മാറുന്നു. നിങ്ങൾക്കാർക്കും ഇതിനെ ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. നിങ്ങൾക്ക് ചെയ്യുവാൻ പറ്റുന്നത് ഞങ്ങളെപ്പോലെയുള്ള ചില പ്രിയപ്പെട്ടവരെ കൊല്ലാൻ മാത്രമേ നിങ്ങൾക്ക് പറ്റൂ. പക്ഷേ ഈ ക്രൈസ്തവ സമൂഹത്തെ ഒന്നടങ്കം അല്ല, ഈ മാർഗത്തെ ഒന്നടങ്കം ഈ ഭൂമിയുടെ മുഖത്തുനിന്ന് തച്ചുടയ്ക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ലവേ അല്ല. നിങ്ങൾ ആരൊക്കെ കച്ചകെട്ടി ഇറങ്ങിയാലും, ലോകം മുഴുവനും ഇതിനെതിരായി നിന്നാലും നിങ്ങൾക്കിതിനെതിരെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പിന്നെ അവിടെ ഇവിടെയും കുറച്ച് പെട്രോൾ അടിച്ച് ചിലരെയൊക്കെ കത്തിക്കാം. അങ്ങനെ കത്തിച്ചത് കൊണ്ട് തീരുന്നൊരു മാർഗമല്ലെന്നേ ഈ മാർഗം. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഈ 2022 വരെ ഞങ്ങൾ നിലനിൽക്കുന്നില്ലേ? 1-ാം നൂറ്റാണ്ട് മുതൽ ഒരുപാട് പ്രിയപ്പെട്ടവർ ഇതിനെതിരെ എഴുന്നേറ്റതാണ്. വോൾട്ടയർ പറഞ്ഞത് എന്താണെന്നറിയോ? വോൾട്ടയർ പറഞ്ഞത് 100 വർഷത്തിനകത്ത് ഞാൻ ഈ ക്രിസ്തുമാർഗം, ബൈബിൾ ഒക്കെ ഭൂമിയുടെ മുഖത്തു നിന്ന് തുടച്ചു മാറ്റുമെന്ന് പറഞ്ഞ വോൾട്ടയർ ഇന്ന് ലോകത്തിലില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ കൊട്ടാരം ബൈബിൾ സൊസൈറ്റി വിലയ്ക്ക് വാങ്ങിച്ചിട്ട് ഇന്ന് ലക്ഷക്കണക്കിന് പ്രതികൾ ആ ബൈബിൾ സൊസൈറ്റി എന്ന് പറയുന്ന സംഘടന അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ ആരൊക്കെ എതിരായിട്ട് നിന്നാലും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. ഞങ്ങൾ സുവിശേഷം പ്രസംഗിക്കും. ഞങ്ങൾ ഈ മാർഗത്തിൽ നിന്ന് തന്നെ നിൽക്കും. നിങ്ങൾക്ക് കത്തിക്കാമെങ്കിൽ കത്തിക്കുക. നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് ചെയ്യേ. ഞങ്ങൾക്ക് ഇതിനെയൊന്നും പേടിയില്ല. ഞങ്ങളങ്ങനെ പേടിക്കുന്നൊരു കൂട്ടരെ അല്ല. ഭയം എന്ന് പറയുന്ന ഒന്നും ഞങ്ങളിലില്ല. അതൊക്കെ ഉണ്ടായിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് ഞങ്ങൾക്കതല്ല. ഞങ്ങളുടെ അന്ത്യശ്വാസം വരെ ഏത് വിധത്തിലുള്ള മരണവും ഞങ്ങൾ സ്വീകരിക്കുവാൻ ഞങ്ങൾ സന്നദ്ധരാണ്. ഞങ്ങളുടെ മരണം വരെ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി നിൽക്കും. ഇനിയുള്ള ചില നിമിഷങ്ങൾ ഞാൻ ഹിന്ദിയിലും കൂടെ ഒന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. हमारा एक भाई माधव, उनका देहांत हुआ. कैसे हुआ? उनको पेट्रोल उनके जिस्म में डाल करके जला दिया. अरे मसीह विरोधियों से मेरा सवाल यही है कि आप लोगों के साथ ईसाई के लोग क्या किया है? आप हमें इतना नफरत करने के लिए, हाँ हमारे साथ इतना गुस्सा होने के लिए, आप हमेशा हमारे खिलाफ इस प्रकार की जो बातों को करने के लिए हमने क्या किया? बोलो ना, अब जरा बताओ हमने क्या किया आपके खिलाफ? अरे हमने शांति का मार्ग प्रचार कर रहे हैं, हम मोहब्बत के बारे में प्रचार कर रहे हैं. आपके खानदान के अंदर फैलने वाला परेशानियों के खिलाफ हम प्रचार कर रहे हैं. आपके दारू, आपका बीड़ी, आपका दुश्शील और आपका व्यभिचार और आपके परिस्त्रीगमन, लुचपन, लोभ इत्यादि विषयों के खिलाफ हम हमेशा प्रचार कर रहे हैं. तो ये माधव ने क्या किया आपके खिलाफ? केवल यीशु मसीह को अपनाए के बारे में? उन्होंने यीशु मसीह को अपनाया और उसने यीशु मसीह का सेवक बना और उसने और कलाम को हाथ में लिया और प्रचार किया. ये गलती है क्या? बताओ, समाज के अंदर उसने क्या गलत किया? अरे वो बेचारा कोई गलती नहीं किया. उसने क्या कि उसने सच्चाई को ढूंढा और सच्चाई के पीछे आया और सच्चाई को अपने हासिल किया, सच्चाई को अपनाया. उसने कुछ भी नहीं किया. मेरे अजीजों, आप लोग उनके खिलाफ जो कुछ भी किया है, बस
मैं एक बात आपको बताने के लिए चाहता हूँ। मैंने मलयालम में भी बताया था ये बात। हमारे मिशनरी ग्राहम स्टेन्स, उनके 2 बेटे फिलिप तिमोथी, अरे दूसरा एक जगह से हमारे देश में आया, हमारे खोड़ियों के बीच में उन्होंने सेवा निभाया। लेकिन हमारे देशों से उनको क्या मिला? हमारा राज्य से उन्हें मिला एक आग। और ग्राहम स्टेन्स को, फिलिप को, तिमोथी को आग में डाल करके उन्होंने जला दिया। क्या गलती किया उन्होंने आप लोगों के सामने? बताइए। आपके बीच में आकर के खोड़ियों के बीच में सेवा किया, क्या गलत है? ये माधव ने क्या गलत किया? और उनका धर्म पत्नी से मेरा एक सवाल, तेरे साथ कितने साल उसने अपना जीवन बिताए मुझे नहीं मालूम, लेकिन कम से कम एक दिन अगर तेरा रक्षा उसने किया है, अपने हाथों से कमाई करके तुझे पाला पोसा किया है, तो ये गलती है क्या? जब ये वक्त आ गया, उसने यीशु मसीह को अपनाया। बस यीशु मसीह का मार्ग कभी भी गलत मार्ग नहीं है, और यीशु मसीह का मार्ग कभी भी एक टेढ़ा मेढ़ा रास्ता नहीं है, और यीशु मसीह का मार्ग कभी भी आपके समाज को तितर फितर करने वाला नहीं है। और यीशु मसीह का मार्ग सच्चा मार्ग है, और यीशु मसीह का मार्ग हमेशा शांति का मार्ग है, और मेल मिलाप का मार्ग है, दूसरों से मोहब्बत और प्यार करने वाला मार्ग है। तो आज रात मेरे अजीजों, मैं आपको बताने के लिए चाहता हूं, हमारे भाई माधव अभी प्रभु में सो रहे। मुझे ये पक्का यकीन है, विश्वास है, और उनका आत्मा अभी स्वर्ग में पहुंच गया है, और उसने अपना जीवन शहीद बनाया, और उसने अपना जीवन यीशु मसीह के लिए शहीद बनाया। उनकी अंतिम आखिरी श्वास तक अपने बाइबल हाथ में वो चीज और जीने में लगा करके यीशु मसीह के लिए खड़ा रहा। मैं आपको बताने के लिए चाहता हूं, वेस्ट बंगाल ऐसा एक इलाका है, विलियम कैरी कई साल पगले वहां पर उसने अपना पैरों को रखा, और उसने हमारे भारत देश के अंदर हिंदी ग्रामर बना करके दिया, और हिंदी अक्षर हमारे लिए बना करके दिया। कई भाषाओं में उसने बाइबल की परिभाषा किया, विवर्तन किया। ऐसा एक देश है वेस्ट बंगाल वालों से मैं कहना चाहता हूं कि आपने जो अभी खत्म किया, माधव को नहीं, लेकिन आने वाला दिनों में याद रखे, आपके गांव से, आपके इलाकों से, आपके राज्य से, आपके तहसील से, आपके पंचायत से, आपके गांवों से हजारों लोग प्रभु यीशु मसीह के लिए उठ खड़े हो जाएंगे। ഭാരതത്തിൻ്റെ മണ്ണിൽ വില്യം കേറി വന്നിട്ട് ഭാരതത്തിന് വേണ്ടി നൽകിയ സംഭാവന ചെറുതല്ല. അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ വലിയതാണ്. നമ്മുടെ പക്കലെത്തിയിരിക്കുന്ന ബൈബിളിൻ്റെ വിവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ പണിപ്പുരയിൽ നിന്നാണ്. നിങ്ങൾക്കറിയാമോ, അദ്ദേഹം ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളുന്ന സമയത്ത്, ഈ ഭാരത മണ്ണിൽ അദ്ദേഹം കർത്താവിൻ്റെ വേല ചെയ്യുന്ന സമയത്ത് സ്വന്തം ഭാര്യ ഒരു മാനസിക രോഗിയാണ്.
സ്വന്തം കുഞ്ഞിനെ സ്വന്തം കൈകൊണ്ട് മൺവെട്ടി കൊണ്ട് കുഴിയെടുത്ത് ആ കുഞ്ഞിൻ്റെ ശവശരീരം ആ മണ്ണിൽ അടക്കം ചെയ്ത മനുഷ്യനാണ്. വളരെയധികം ത്യാഗോജ്വലമായ ജീവിതത്തിൻ്റെ നിമിഷത്തിൽ കൂടെ താൻ യാത്ര ചെയ്യുമ്പോഴും ക്രിസ്തുവിനോടുള്ള സ്നേഹം അത് മുറുകെ പിടിച്ച് കർത്താവിന് വേണ്ടി നിലനിന്ന ഒരു മനുഷ്യനാണ്. तो देखिए, मैं आपको बताने के लिए चाहूँगा कि हमारे भारत देश के अंदर विलियम कैरी आकर के कई जो बातों को प्रभु यीशु मसीह के राज्य के लिए किया. उनके पारिवारिक जीवन में कोई शांति नहीं था. उनके मिसिस पत्नी, धर्म पत्नी एक पागलापन स्त्री थी. जब सेवकाई करके वापस आते हैं, उनके मिसिस एक पागल. एक दिन जब वो अपना यीशु मसीह का सेवकाई करके वापस घर में आया, उनके कानों में एक दुख की खबर पहुंची. क्या थी वो कुछ भी नहीं था कि उनके बेटे के मृत्यु के विषय के बारे में. उनका बेटा मर गया. उनका बेटा का पार्थिव शरीर को अपने हाथों से मिट्टी में दफना दिया. ये सब होते हुए भी, इस सब बातों के बावजूद भी उसने यीशु मसीह के लिए खड़े रहा. मेरे अजीजों, भारतवासियों, मैं आपको बताने के लिए चाहता हूं, हमारे सामने तकलीफ है, हमारे सामने कष्ट है, हमारे सामने कई प्रकार की बातें हैं. ये सारे बातों के बावजूद भी अब इतना खुशी के साथ क्यों प्रभु का सेवकाई कर रहे हैं? आपको मालूम है? क्योंकि हमारे अंदर एक शांति है. क्योंकि जिनका प्रचार अभी मैं कर रहा हूं वो शांति का राजकुमार है. He is the King of Kings and Lord of Lords. वो രാജാവോ का രാജാ है, वो പ്രഭുവോ का പ്രഭു है. അങ്ങനെയുള്ള ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ആകയാൽ മാധവനെ പോലെയുള്ള ഇനിയും ധാരാളം പ്രിയപ്പെട്ടവർ, നാളെ എനിക്കും എന്താ സംഭവിക്കുന്നത് എന്നൊന്നും അറിയില്ല. സുവിശേഷ വിരോധികളുടെ ആക്രമണത്താലായിരിക്കാം ഒരുപക്ഷെ ഞാനും ഇവിടുന്ന് മാറ്റപ്പെടുന്നത്. സന്തോഷം പ്രിയരെ, അങ്ങനെയാണ് ഒരു മരണം ഞങ്ങൾക്ക് സംഭവിക്കുന്നതെങ്കിൽ ഞങ്ങളത് വളരെ സന്തോഷത്തോടെ ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഞങ്ങൾക്കതിൻ്റെ അകത്ത് ഒരു പ്രയാസമില്ല. അങ്ങനെയുള്ളൊരു മരണം വേണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കാരണം ഞങ്ങൾ ഒരിക്കൽ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപിൽ ചെന്ന് നിൽക്കുമ്പോൾ ഞങ്ങളുടെ പ്രതിഫലം അവിടെ വലിയതാണ്. ആ പ്രതിഫലം വലിയതായതുകൊണ്ട് ഞങ്ങൾ അതിനെ കാംക്ഷിക്കുന്നു ഏറെ. അതുകൊണ്ടാണ് ഇന്ന് രാത്രിയിലും നിങ്ങളുടെ മുൻപിൽ ശക്തമായി വന്ന് നിൽക്കുന്നത്. എന്നാൽ ഞാൻ എൻ്റെ വാക്കുകൾക്കിവിടെ വിരാമം കുറിക്കുന്നതിന് മുൻപ് ക്രൈസ്തവ സമൂഹത്തോടല്ല, എൻ്റെ ക്രൈസ്തവ നേതാക്കന്മാരോട് ഞാനൊരു വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നമ്മുടെ മുൻപിൽ നമ്മൾ അറിയാത്ത, ഫ്ലെക്സിൽ പേര് വരാത്ത, നല്ല ഡ്രസ്സില്ലാത്ത, ഒരു നേരം കഴിക്കുവാൻ ആഹാരമില്ലാത്ത, തൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ കഴിവില്ലാത്ത ധാരാളം മിഷണറിമാർ നമുക്ക് ചുറ്റുമുണ്ട്. അവരെ നിങ്ങൾ മറന്നു കളയരുത്. അല്ല, നിങ്ങൾ മറക്കും എന്നെനിക്കറിയാം. നിങ്ങൾ മറന്നാലും മറക്കാത്തൊരു കർത്താവുണ്ട്. അതാണ് ഏറ്റവും വലിയ ബലം. പക്ഷേ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന സാമ്പത്തികം, സുവിശേഷത്തിൻ്റെ പേരിൽ വരുന്ന നന്മകൾ, നിങ്ങളുടെ സ്വന്തം മണിമാളികകൾ പണിതുയർത്തി നിങ്ങളുടെ മക്കളെ വിദേശത്ത് കാനഡയിലും അമേരിക്കയിലും യൂറോപ്യൻ കൺട്രികളിലൊക്കെ വിട്ട് പഠിപ്പിച്ചോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ ഒരംശം ഈ സുവിശേഷകർക്ക് വേണ്ടി ഒന്ന് മാറ്റിവെക്കുന്നത് നല്ലതല്ലേ? ദേ, ആ മാധവിട്ടിരിക്കുന്ന ഡ്രസ്സ് നിങ്ങൾ കണ്ടില്ലേ? ഒരു നല്ല ഡ്രസ്സില്ലാത്ത എത്രയോ സുവിശേഷകർ എനിക്ക് ചുറ്റുമുണ്ടെന്നറിയാമോ? ഒരു നേരത്തെ ആഹാരം കഴിക്കുവാൻ ഗതിയില്ലാത്ത എത്രയോ സുവിശേഷകർ എൻ്റെ മുൻപിലുണ്ടെന്നറിയാമോ? ഇന്നലെ കൂടി എൻ്റെ അടുക്കൽ വന്ന ഒരു മെസ്സേജ്, എന്നെ പേഴ്സണലി ഫോൺ ചെയ്ത് വിളിച്ചൊരു മെസ്സേജ്. അദ്ദേഹം പറഞ്ഞത്, പാസ്റ്ററെ, വാടക കൊടുത്തിട്ട് കുറേ നാളായി, എൻ്റെ പക്കൽ അതിനുള്ള സാമ്പത്തികമില്ല, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം.
കേരളത്തിൽ നിന്നുമുള്ള ഒരു ദൈവദാസൻ്റെ ചോദ്യമാണ് ഇന്ന് രാത്രി ഞാൻ നിങ്ങളുടെ മുൻപിൽ പറഞ്ഞത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ചില പ്രിയപ്പെട്ടവരുമായിട്ട് മറ്റൊരു കാര്യം കൂടെ ഞാൻ സംസാരിച്ചു. നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, നമ്മുടെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ സുവിശേഷ വേല ചെയ്യുന്ന എത്രയോ സുവിശേഷകന്മാർക്ക്, നമ്മുടെ സഭകളിൽ ആരാധിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് സ്വന്തമായിട്ട് ഒരു വീടില്ലാത്ത എത്ര പേരുണ്ടെന്നറിയാമോ? ഇന്നും ചോർന്ന് ഒലിക്കുന്ന വീടുകളിൽ കഴിയുന്ന ധാരാളം വിശ്വാസ സമൂഹങ്ങളെ എനിക്കറിയാം. പക്ഷെ നമ്മുടെ പല നേതാക്കന്മാരും 26,000 കോടി രൂപയൊക്കെ മുടക്കി 16,000 സ്ക്വയർ ഫീറ്റ് വീടുമൊക്കെ പണിത്, ലക്ഷക്കണക്കിന് മണിമാളികകൾ പണിതുയർത്തി സ്വന്തം കീശ വീർപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇങ്ങനെയുള്ള ദൈവദാസന്മാരെയും ദൈവമക്കളെയും കണ്ടില്ല എന്ന് നടിക്കരുത്. അതെ, GVFM എന്ന് പറയുന്ന ഞങ്ങളുടെ സംഘടനയ്ക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹം കൂടെ ഉണ്ട്. സ്വന്തമായി ഭവനമില്ലാത്തവർക്ക് ഭവനം ചെയ്തു കൊടുക്കുവാൻ ഒരാഗ്രഹം ചില നാളുകളായി മനസ്സിൽ വന്നിട്ട് പല പ്രിയപ്പെട്ടവരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവം അനുവദിച്ചാൽ ഞങ്ങളത് സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ ഒരു കാര്യം ഓർക്കുക, നമ്മുടെ കയ്യിൽ ലഭിക്കപ്പെടുന്ന പണങ്ങളെല്ലാം ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന്, ഏതിനു വേണ്ടി വരുന്നു അതെല്ലാം ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി നമുക്ക് തീർക്കാം. ഇന്ന് രാത്രി നമ്മുടെ ചുറ്റോടുമുള്ള സുവിശേഷകർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഭാരത സുവിശേഷീകരണത്തിൻ്റെ വക്താക്കളായി നിൽക്കുന്ന, സുവിശേഷകത്തിൻ്റെ വിപ്ലവകാരികളായി നിൽക്കുന്ന, ഇതുപോലെ മാധവനെ പോലെ ധീരമായി നിൽക്കുന്ന സുവിശേഷകരെ ഓർത്ത് നമുക്ക് സല്യൂട്ട് ചെയ്യാം. അവരെ ആദരിക്കാൻ നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സില്ലായിരിക്കാം, അവരെ നിങ്ങൾക്കറിയത്തില്ലായിരിക്കാം, അവരുടെ പേരുകൾ പ്രസിദ്ധമല്ലായിരിക്കാം. പക്ഷേ എങ്കിലും നിങ്ങൾ തെരഞ്ഞു പിടിച്ച്, അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരെ തെരഞ്ഞു പിടിച്ച് നിങ്ങൾ ഒരു കൈ സഹായിക്കുമെങ്കിൽ അത് ഏറ്റവും ഉചിതമായിരിക്കും. ഇന്ന് രാത്രി ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുകയാണ്. മാധവേ, ഇന്ന് രാത്രി പറയട്ടെ, പോയി വിശ്രമിച്ചു കൊള്ളുക. കാലാവസാനത്തെങ്കിൽ നിൻ്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരിക. അദ്ദേഹത്തിൻ്റെ ഭാര്യ, തലമുറകൾ, അവരെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. അടുത്ത ദിവസങ്ങളിൽ അവർ വിശ്വാസത്തിന് വേണ്ടി നിലനിൽക്കണം. സ്വന്തം ഭർത്താവിനെ ചുട്ടുകരിക്കുവാൻ കൂട്ടുനിന്ന ആ പ്രിയപ്പെട്ടവൻ വിശ്വാസത്തിൻ്റെ വക്താവായി തീരേണ്ടതിന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ആ ഗ്രാമവാസികൾ, അദ്ദേഹത്തെ ആരൊക്കെ അദ്ദേഹത്തിൻ്റെ ദേഹത്ത് കൈവച്ചുവോ, പെട്രോൾ ഒഴിച്ച് കത്തിച്ചുവോ, അവരെല്ലാം വിശ്വാസപാത സ്വീകരിപ്പാൻ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരു റാണി മരിയം എന്ന് പറയുന്ന ഒരു കാത്തലിക് നണ്ണുണ്ട്. അവളെ, ആ സ്ത്രീയെ, കന്യാസ്ത്രീയെ നിഷ്ഠൂരം കൊന്ന മനുഷ്യൻ. പക്ഷേ ഇന്ന് അദ്ദേഹം സുവിശേഷകനാണ്. അദ്ദേഹം കത്തോലിക്ക സമുദായത്തിൽ ഇന്ന് നിലനിൽക്കുന്നു. അദ്ദേഹം ജയിലിൽ വെച്ച് സുവിശേഷം കേട്ടു. അദ്ദേഹം സുവിശേഷത്തിൻ്റെ വക്താവായി. അദ്ദേഹം റാണി മരിയത്തിൻ്റെ വീട്ടിൽ വന്നു, കേരളത്തിൽ. ആ വീട് സന്ദർശിക്കുന്ന വീഡിയോയും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഷാലോം TV അവർ പ്രസിദ്ധം ചെയ്തു. പറയട്ടെ, അങ്ങനെ നമുക്ക് ചിലരെ നേടുവാൻ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം, നമുക്കൊരുമിച്ച് കൈകോർക്കാം. നമ്മുടെ സമൂഹത്തിൽ അറിയപ്പെടാതെ നിൽക്കുന്ന സുവിശേഷകന്മാർക്ക് വേണ്ടി, അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, ഗ്രാമത്തിൽ സുവിശേഷ വേല ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുവരെ എൻ്റെ വീഡിയോ ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പ്രാവശ്യം കൊണ്ട് നന്ദിയും വന്ദനവും അറിയിക്കുന്നു. ധാരാളം പ്രിയപ്പെട്ടവർ ഇതിൻ്റെ അകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഒരു പ്രാവശ്യം കൊണ്ട് നന്ദിയും വന്ദനവും അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു സോ മച്ച്.